ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും വിശേഷം സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണേ, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് ഭാവൻ്റെയൊക്കെ ഡ്രൈവേഴ്സ് ഗ്രൂപ്പ്, അതായത് പ്രതീക്ഷ എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാർഷിക പരിപാടി ഉണ്ട് കേട്ടോ, പ്രോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. നമ്മൾ നിൽക്കുന്നതൊന്ന് കുറച്ച് പോകണം കേട്ടോ, കുറച്ച് ദൂരം പോകണം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ജുമ വെള്ളിയാഴ്ച ആയിരുന്നു അത് പരിപാടി. അപ്പോൾ ജുമ കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവിൽ അംഗമായതുകൊണ്ട്, മെമ്പറായതുകൊണ്ട് അതിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഉച്ചക്ക് എക്സിക്യൂട്ടീവിന് അവിടെ ഉച്ചക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ജുമ കഴിഞ്ഞ നമ്മൾ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ റിയാദിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, വാദി ഹനീഫ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ കൂടുതലായിട്ടും ആളുകൾ വരുന്നത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ പിന്നെ ജോഗിങ്ങിനും വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അതിനാണ് കേട്ടോ. നല്ലൊരു സ്പോട്ടാണ്. എക്സ്പെഷ്യലി റിയാദിൽ നല്ലൊരു പിക്നിക് സ്പോട്ടും കൂടിയാണ് കേട്ടോ വാദി ഹനീഫ എന്ന് പറയുന്നത്. ഒരുപാട് ഏരിയകളായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വൈകുന്നേരങ്ങളിലൊക്കെ നല്ലൊരു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. ഞങ്ങൾ ഉച്ചൻ്റെ ഈ സമയത്ത് തന്നെ ആയതുകൊണ്ട് ജുമ കഴിഞ്ഞ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലായതുകൊണ്ട് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു വിഷയമല്ല കേട്ടോ, കുഴപ്പമില്ല. നല്ല ക്ലൈമറ്റും കാര്യങ്ങളുമാണ് ഇപ്പോൾ റിയാദിലുള്ളത്. നല്ല ഇടക്ക് മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തണുപ്പോ കാര്യങ്ങളോ നല്ലോണമായിട്ട് അതും ഇല്ല, എന്നാൽ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പോൾ അതിന് മക്കൾ ഇതേപോലെ സ്കേറ്റിംഗ് ഷൂവും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാട്ടോ വന്നത്. പിന്നെ പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ആ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അത് ഇപ്പോഴല്ല, വൈകുന്നേരമാണ് പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ അതിൻ്റെ കുറച്ച് ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു ഫാമിലി ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ രാവിലെ തന്നെ. അപ്പോൾ വൈകുന്നേരമാണ് എല്ലാവരും വരിക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കളിക്കാമല്ലോ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും ഞങ്ങൾ എടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കൂടെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചായയും കാവയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അത് ഓരോരുത്തർ പാട്ടുകാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണുള്ളൂ. വൈകുന്നേരമാണല്ലോ പരിപാടി, അപ്പോൾ ഒന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ ഒന്ന് ഓരോരുത്തർ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വരൽ തുടങ്ങി കേട്ടോ. 3 മണി 4 മണിയൊക്കെ ആയപ്പോൾ ആ ടൈമിൽ നമുക്ക് ചായയും കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വരൽ തുടങ്ങി. ഇത് അവരുടെ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിൻ്റെ 4ാം വാർഷികമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ളൊരു പ്രോഗ്രാമും കാര്യങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളത് എല്ലാവരും ഡ്രൈവർമാരാണ്, അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ അതിനിടയിൽ സ്റ്റേജുമ്പോൾ കയറിയിട്ട് നമ്മളെ നിച്ചിട്ടൻ നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിനിമോളും പാടിയിട്ടുണ്ടായിരുന്നു, നിച്ചിട്ടനും പാടിയിട്ടുണ്ടായിരുന്നു. പാട്ടുകാരൊക്കെ കയറി പാടുന്നതിൻ്റെ മുന്നേ മെയിനായിട്ട് പാട്ടും പരിപാടിയും തന്നെയുണ്ട്, പാട്ടുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പാട്ട് പാടാൻ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ഫാമിലിയൊക്കെ കുറവായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഈ വിസിറ്റിംഗ് വിസൻ്റെയും ഉംറ വിസൻ്റെയൊക്കെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും യുദ്ധത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫാമിലീസ് വളരെ കുറവായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്
അങ്ങനെ ഫാമിലീസ് കുറവായിരുന്നു കേട്ടോ. ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ ഈ ജോലി തിരക്കും വെള്ളിയാഴ്ചയാണെങ്കിലും പലർക്കും ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നിന്ന് വന്നാണ്ട് ഫുഡ് കഴിച്ച് പോണവരും പരിപാടി കണ്ടാണ്ട് കുറച്ച് നേരം നിന്ന് പോണവരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മക്കളൊക്കെ അവിടെ പാട്ടൊക്കെ ഇട്ട് പാടിയിട്ട് നല്ല മുട്ടിപ്പാട്ടും ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കൾ നല്ല കളിയിലും നല്ല അവർക്ക് മുന്നിൽ പോയി കളിക്കാൻ പ്രയാസമുണ്ട്. നിന്നാണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അനീച്ചുട്ടനും ഫിനിമോളും ഒക്കെ ആയിട്ട് നല്ല കളിയിലാണ്. പിന്നെ നമ്മളെ ഷഫീഖാക്കി ഫാമിലിയും ആദിമോളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ആങ്ങളെ ഷിബിലി ഉണ്ടായിരുന്നു, അവനും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവനും ലീവാണ്. ലീവല്ല, രാവിലെ കുറച്ച് നേരം ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവാണ് കേട്ടോ. അപ്പോൾ അവനും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ മോനാണിത്. മോനൊരു സൂഫി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇതേപോലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ. ഫുഡിൻ്റെ കാര്യം പറയാതെക്കാൻ വയ്യ, നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും. അടിയിൽ സ്നാക്സും പോപ്കോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് കലാശക്കൊട്ടാണ് കേട്ടോ. അതിന് സ്റ്റേജിൽ കയറി താഴത്ത് നിന്ന് കളിച്ചാൽ ഇപ്പോൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചെറിയൊരു നറുക്കെടുപ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല, പക്ഷെ നറുക്കെടുക്കാൻ നിച്ചിട്ടനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ ഉഷാറായി. അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ എത്തിയപ്പോൾ ടൈം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളും ഗ്യാസും കുറ്റിയും കാര്യങ്ങളും അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ റൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ച് വണ്ടി കയറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.